എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറേ കസ്റ്റമർ പറയുന്നുണ്ട്, അവർ പല രീതിയിൽ തയ്ച്ച് നോക്കിയിട്ടും തയ്ച്ച ബ്ലൗസുകൾക്ക് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്ന ഒരു ഘടകമാണ് ഈ കൈയുടെ സെൻറ്റർ തിരിഞ്ഞു പോയിട്ട് ബാക്ക് സൈഡിൽ ചുളിവ് വരും. അപ്പോൾ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ ഇങ്ങനെ ചുളിവ് വരുന്ന കാരണം എന്താണെന്നും ഇനി നിലവിൽ തയ്ച്ച് കൊടുത്ത ബ്ലൗസിന് നിങ്ങൾക്ക് ചുളിവ് വന്നെങ്കിൽ അതെങ്ങനെ മാറ്റണം എന്നതിനെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ തുടക്കം മുതൽ അതിൻ്റെ ഒരു പൂർണ്ണത വരെ കാണുന്നതാണ് ഏറ്റവും നല്ല. കാരണം ഉചിതമായ ചെറിയ ചില കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ കംപ്ലൈൻറ്റുകൾ എന്താണെന്ന് കണ്ടുപിടിക്കുകയും അത് മാറ്റാനും പറ്റും. ഇപ്പം നമ്മൾ കൈ ഇത് ഇട്ട് നോക്കുമ്പോൾ, അളവ് ബ്ലൗസ് ഇട്ട് നോക്കുമ്പോൾ ഈ കൈയുടെ ഈ ഒരു സെൻറ്ററുണ്ട്, ഈ ഒരു സെൻറ്റർ ഞാൻ ഇട്ട് കാണിക്കാം. ഈ ഒരു സെൻറ്റർ നമുക്ക് ജോയിൻറ്റിൻ്റെ സെൻറ്റർ ജോയിൻറ്റ് ബാക്ക് സൈഡിലേക്ക് തിരിഞ്ഞു പോകുന്നത് ഏറ്റവും വലിയൊരു പ്രധാന ഘടകമാണ്. നമ്മൾ കൈ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു സെൻറ്റർ കണ്ടോ, ഈ സെൻറ്റർ ഇട്ട് കഴിയുമ്പോൾ ബാഗിലേക്ക് സെൻറ്റർ തിരിഞ്ഞു പോകുന്ന അത് ഏറ്റവും കംപ്ലൈൻറ്റ് വരുന്നൊരു കാര്യമാണ്. അതിന് പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു പ്രധാന കാര്യം എന്തെന്ന് പറഞ്ഞാൽ, സാരി ബ്ലൗസിൻ്റെ ഈ സെൻറ്റർ നമ്മൾ ആദ്യം തയ്ക്കുമ്പം തന്നെ കൈയുടെ സെൻറ്ററും ബോഡിയുടെ സെൻറ്ററും തിരിഞ്ഞു പോകാതെ തന്നെ പ്രത്യേകം നോക്കണം. ഇത് കൂടുതലും കംപ്ലൈൻറ്റ് പറയുന്നത് ഇത് ബാക്ക് സൈഡിലോട്ട് ചുളിയുന്നു എന്നാണ്. അപ്പം അതിൻ്റെ കൈക്കുഴി വെട്ടുന്ന ഒരു കണക്കും അതുകൂടാതെ കൈക്കുഴിക്ക് നമ്മൾ മാർക്ക് ചെയ്യുമ്പം എത്രത്തോളം ഭാഗങ്ങൾ ശ്രദ്ധിക്കണമെന്നും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു കംപ്ലൈൻറ്റാണ് ഈ ഭാഗങ്ങളിലുള്ള ഈ ഒരു ചുളിവ്. അത് ഇട്ട് കഴിയുമ്പോൾ നല്ലപോലെ എടുത്ത് കാണിക്കും. അതുകൂടാതെ ഫ്രണ്ട് സൈഡിലും നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ കൊമ്മള പോലെ ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കും ഇട്ട് കഴിയുമ്പോൾ. അതാണ് ആ ഒരു സെൻറ്റർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഈ ചുളിവ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബ്ലൗസ് ഫ്രണ്ട് വശത്തേക്ക് വരികയും അങ്ങനെ ഫ്രണ്ട് വശത്ത് ബാക്ക് സൈഡ് കയറി വരും. ബാക്ക് സൈഡ് കയറി 1 ഇഞ്ച് 2 ഇഞ്ചൊക്കെ ഈ ഷോൾഡറിൽ നിന്ന് നമുക്ക് വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാരണവശാലും ഈ നെക്ക് നമ്മൾ എത്ര ഷേപ്പ് ചെയ്ത് വെട്ടിയാലും ഈ നെക്ക് നമുക്ക് യു ആയിട്ട് കിട്ടത്തേയില്ല. ഇത് നമുക്ക് പ്രശ്നമായിട്ട് തന്നെ ഒരു വി പോലെ മാറിപ്പോവുകയും ഈ ഭാഗം നമ്മൾ എത്രത്തോളം യു വെട്ടിയാലും അത് നമുക്ക് കറക്റ്റ് യുവിൽ അത് കിട്ടത്തേയില്ല. അത് ഈ കൈയുടെ സെൻറ്റർ മാറിയാൽ നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ഇത്. അത് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സെൻറ്റർ മാറി ബാക്ക് സൈഡിലേക്ക് തിരിയുമ്പോൾ ബാക്ക് സൈഡ് ഈ ഷോൾഡർ സെൻറ്റർ ഫ്രണ്ടിലോട്ട് ഇറങ്ങി വരും. ഷോൾഡർ സെൻറ്റർ ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരുമ്പം ആദ്യം വരുന്നൊരു കംപ്ലൈൻറ്റാണ് ഫ്രണ്ട് ചുളിയും. ഈ വശം നല്ലപോലെ ചുളിഞ്ഞിങ്ങനെ പൊങ്ങി നിൽക്കും. അതുകൂടാതെ ബാക്ക് സൈഡിലും നല്ല ചുളിവ് വരും. അപ്പം ആദ്യമായിട്ട് നമുക്ക് അത് ചുളിവ് വരാതിരിക്കാൻ ഏത് രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതിന് ശേഷം നമുക്ക് ചുളിവ് അഥവാ നിങ്ങൾ തയ്ച്ചു കൊടുത്ത ബ്ലൗസിന് ചുളിവ് വന്നെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ നമുക്ക് കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ കൈക്കുഴി മാർക്ക് ചെയ്യേണ്ട ഏത് വിധത്തിലാണെന്നും അതിൻ്റെ ഒരു ഘടകം ഞാൻ ആദ്യം പറഞ്ഞു തരാം. അത് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമ്മൾ ബാക്ക് പീസ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു. 1/2 ഇഞ്ച് തുമ്പ് എപ്പോഴും മാർക്ക് ചെയ്യുന്നവരെ കൊടുത്തിട്ട് നമ്മൾ 15 ഇഞ്ച് ലെങ്ത് ഇങ്ങനെ മാർക്ക് ചെയ്യും. ലെങ്ത് മാർക്ക് ചെയ്തിട്ട് എപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ബോഡി വണ്ണത്തിൻ്റെ 1/6 കൈക്കുഴിയും ഷോൾഡറും നമ്മൾ കൊടുക്കുന്നത്. കൈക്കുഴിയും ഷോൾഡറും നമ്മൾ കൊടുക്കുന്ന ബോഡി വണ്ണത്തിൻ്റെ 1/6. അപ്പോൾ ഷോൾഡർ നമ്മളൊരു കണക്കിന് വേണ്ടി പറയുകയാണ്. നമ്മൾ 6 ഇഞ്ച് ഷോൾഡർ കൊടുക്കും. 6 ഇഞ്ച് ഷോൾഡർ കൊടുത്ത് 6 ഇഞ്ച് കൈക്കുഴിയും താക്കുന്നു. അപ്പം കൂടെ നമ്മൾ ബ്ലൗസ് തയ്ച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുന്നവരുടെ മെഷർമെൻറ്റാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം അവരുടെ ബോഡി ഷേപ്പിന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഈ ബാക്ക് സൈഡിലെ കൈ പൊങ്ങി നിൽക്കുന്നു, ഇല്ലെങ്കിൽ ബാക്ക് പീസ് പൊങ്ങി നിൽക്കുന്നു. അത് പ്രത്യേകം നമ്മൾ ഓർക്കണം. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു സെൻറ്റർ, കൈക്കുഴിയുടെ സെൻറ്റർ 6 3/4 പ്രത്യേകം നമ്മളിങ്ങനെ താത്തൊരു മാർക്ക് ചെയ്യണം. ഈ ഒരു 3/4 എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം,
കൈക്കുഴി നമ്മൾ എത്ര കൊടുത്താലും ആ കൈക്കുഴിയുടെ സെൻറ്റർ എപ്പോഴും നമ്മൾ ഓർത്തോണം. സെൻറ്ററിൽ നിന്നേ ഉള്ളൂ നമ്മുടെ കൈക്കുഴി ഷേപ്പ് പോകാവുള്ളൂ. ഈ പ്രത്യേകിച്ച് ഈ എല്ലാ ബ്ലൗസും നമ്മൾ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ എങ്കിലും അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കൈക്കുഴിയുടെ ഈ സെൻറ്റർ നമ്മൾ എത്രയാണോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ആ സെൻറ്റർ തന്നെ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ചുളിവ് വരുന്ന റെയർ മെഷർമെൻറ്റുകാർക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 1.5 ഇഞ്ച് മിനിമം ഇവിടെ മാർക്ക് ചെയ്യണം. അതായത് ഈ ക്രോസ് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഒരു കാരണവശാലും അകത്തേക്ക് ചുളിവ് കയറിപ്പോകാൻ പാടില്ല, ഒരുപാട് പുറത്തോട്ട് പോകാനും പാടില്ല. ഈ കൈക്കുഴിയുടെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഷേപ്പ് എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു കാരണവശാലും അകത്തോട്ടങ്ങനെ കയറി പോകത്തേയില്ല. അതിനാണ് പ്രധാന ഘടകമാണ് ഈ സംഭവം. ഇതിൻ്റെ ഈ സെൻറ്റർ എത്ര നമ്മൾ കൈക്കുഴി താത്താലും കൈക്കുഴി കുറച്ച് വെട്ടിയാലും ഇതിൻ്റെ സെൻറ്ററിനേ ഉള്ളൂ നമ്മൾ ഈ ഓവൽ തുടങ്ങാവുള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ 40 ഇഞ്ച് ഒരു മാർക്ക് 36 ഇഞ്ച് വണ്ണമാണ്, 4 ഇഞ്ച് കൂടി ചേർത്ത് 40 മാർക്ക് ചെയ്യുന്നെങ്കിൽ നമ്മൾ 10 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യും. 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യും. 32 8 ഇഞ്ച് ചെയ്യും. 8 ഇഞ്ച് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലൂസ് നമ്മളിങ്ങനെ ക്ലിയർ ചെയ്ത് ഒരു മാർക്ക് കൊടുക്കുന്നത്. ഈ മാർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള ഒരു ലൂസുണ്ട്. പ്രത്യേകം നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ റെയർ മെഷർമെൻറ്റുകാർക്ക് ഏറ്റവും പ്രത്യേകം കാര്യം ഈ ഒരളവുണ്ടല്ലോ, ഈ അളവിൻ്റെ സെൻറ്റർ എത്രത്തോളമാണോ അതാദ്യം കണ്ടുപിടിക്കണം. ഈ ചുളിവുള്ളവർക്ക് ബാക്ക് നെക്കിലും കൈക്കിലും ചുളിവ് വരുന്നവർക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പം അതിൻ്റെ അകത്ത് 2 ഘടകങ്ങൾ, ഒന്ന് കൈക്കുഴിയുടെ സെൻറ്ററും പിന്നെ കൈക്കുഴി കഴിഞ്ഞ് ഈ ഭാഗത്തുള്ള ഇതിൻ്റെ സെൻറ്ററും അത് എത്രത്തോളമാണ് ആദ്യം മാർക്ക്. 4 ഇഞ്ചാണ്, 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഓവൽ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലോട്ട് മുട്ടിച്ച് വേണം ഇങ്ങനെ, മനസ്സിലായി? അപ്പോൾ നമ്മൾ ഇതിൻ്റെ നടുക്കുന്ന ഈ 1.5 ഇഞ്ച് കയറ്റി ഈ ഒരു മാർക്കിലൂടെ ചെന്നിട്ട് ഇങ്ങനെ വേണം നമുക്ക് ഈ കൈക്കുഴി വെട്ടാൻ. ഈ സെൻറ്റർ മാറിപ്പോയെങ്കിൽ ഈ സെൻറ്റർ മാറിപ്പോയാലും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് നമുക്ക് ചുളിവ് വരാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ചുളിവ് വരുന്നവർക്ക് കൈക്കുഴി ഇതാക്കുമ്പോൾ പ്രത്യേകം നമ്മൾ നോക്കി വേണം അത് നമ്മൾ ചെയ്യാം. ഇത് ചുളിവിനെ പ്രധാന ഘടകമായിട്ട് നമുക്ക് ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഇപ്പം നമ്മൾ തയ്ച്ചു കൊടുത്ത ബ്ലൗസിന് ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്, തീർച്ചയായിട്ടും ആ ഒരു കസ്റ്റമറെ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്തോണം. നോട്ട് ചെയ്തിട്ട് അവരുടെ ബ്ലൗസ് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ 2 ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യാം. അടുത്ത നമ്മളിപ്പം ആ ഒരു ബ്ലൗസ് നമ്മൾ തയ്ച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ കംപ്ലൈൻറ്റ് വന്നെങ്കിൽ അതെങ്ങനെ മാറ്റാമെന്നുള്ളതിനെപ്പറ്റി നമുക്ക് നോക്കാം. നമ്മൾ തയ്ച്ചു കൊടുത്ത ഒരു ബ്ലൗസിന് അങ്ങനെ ഒരു ചുളിവ് വരുന്നുണ്ടെങ്കിൽ ആദ്യമായി തന്നെ നമ്മൾ ഈ കൈക്കുഴിയുടെ ഇവിടുന്ന് ആദ്യം തന്നെ ഇങ്ങനൊരു സ്ക്വയർ വരയ്ക്കുക. സ്ക്വയർ വരച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് ഇങ്ങനൊരു സ്ക്വയർ വരയ്ക്കുക. ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പ് തള്ളി തന്നെ വരയ്ക്കണം. ഇത്രയും വരച്ചതിന് ശേഷം ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെ നമ്മൾ അഴിക്കണം. അഴിച്ചെടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് ഇവിടുന്ന് എടുത്ത് കളയണം. അപ്പം ഇങ്ങനെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്യുമ്പം തന്നെ നമുക്ക് ഈ ഒരു ലൈൻ കൊടുക്കുമ്പം തന്നെ നമുക്കറിയാം ഇതെങ്ങനെയാണ് ഈ ഒരു കട്ടിങ് പോയിരിക്കുന്നുള്ള ഭാഗം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സ്ക്വയർ വരയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എത്രത്തോളം ഇനി പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൈയുടെ ഇത്രയും ഭാഗം അഴിച്ചെടുത്തിട്ട് ഈ ഒരു സ്ക്വയർ വെട്ടിയിട്ട് ഇവിടെ മാത്രം നമ്മൾ എടുത്ത് കളയും. ബാക്ക് പീസിൽ നിന്ന് നമ്മൾ ഒരു 1/4 ഇഞ്ച് എടുത്ത് കളയുകയും ചെയ്യണം. കൈയുടെ ഭാഗത്ത് നിന്നും നമ്മൾ 1/4 ഇഞ്ച് എടുത്ത് കളയണം. അപ്പം അതിനു മുമ്പ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ കൈയുടെ ഇങ്ങനെയുള്ള സെൻറ്റർ നമ്മൾ മാറിയിട്ടുണ്ടോ എന്ന് പ്രത്യേകം നിങ്ങൾ നോക്കണം. ഈ കൈയുടെ സെൻറ്റർ മാറിയിട്ടുണ്ടോ എന്ന് നോക്കുക. കൈയുടെ സെൻറ്റർ മാറിയാലും നമുക്ക് ഇങ്ങനെ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ കൈക്കുഴി വെട്ടുന്നതിൽ നമുക്ക് പ്രശ്നം വന്നാലും ഈ 2 കംപ്ലൈൻറ്റ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും അത്രയും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. ഈ 2 കംപ്ലൈൻറ്റും നമ്മൾ മാറ്റി കട്ട് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആയെങ്കിൽ നമുക്ക് അത് ഓക്കെ ആണെന്ന് തന്നെ ഈ തിയറി നമുക്ക് ഉറപ്പിക്കാം. അതല്ലാതെ
പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ, വീണ്ടും ഇത്രയും ചെയ്തിട്ടും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത കാരണങ്ങൾ എന്താണെന്ന് നോക്കി കണ്ടുപിടിച്ച് അതിലേക്ക് പോകാം. അപ്പം നിങ്ങൾ ഇങ്ങനെ കംപ്ലൈൻറ്റ് വരുന്ന കസ്റ്റമറുടെ ഇതേ രീതിയിൽ ചെയ്യുകയും, തയ്ച്ച് കൊടുത്ത ബ്ലൗസിന് കംപ്ലൈൻറ്റ് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്ത് നോക്കുക. നോക്കിയിട്ട് മറ്റെന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി. നമുക്കതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.